ഹലോ ഫ്രണ്ട്സ്, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ കോളിഫ്ലവർ കറി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മൺചട്ടി എടുത്തിരിക്കുകയാണ്. മൺചട്ടി നന്നായി ചൂടാവുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം കടുക് നമ്മളിടുക. ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ഡിഷാട്ടോ, എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ആവശ്യാനുസരണം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 4 എണ്ണമാണ്. അപ്പോൾ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ആണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ സവാള ആഡ് ചെയ്യാണ്. സവാള ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം വലിയ 2 സവാളയാട്ടോ. പിന്നെ സവാളയും ഈ പറഞ്ഞ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഓൾറെഡി ഞാൻ കോളിഫ്ലവർ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. സവാള നന്നായി മൂത്ത് വന്നു കഴിയുമ്പം ഏകദേശം ഒരു ബ്രൗൺ കളർ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടി ഒരല്പം, ഒരു നുള്ളെന്നൊക്കെ പറയുന്നൊരു അളവിലും, മുളക് പൊടി ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു 4 ടീസ്പൂണായിട്ടാണ്. മല്ലിപ്പൊടിയും ഏകദേശം 4 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് മൂക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിരണ്ട് വരുന്നത് വരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുരുമുളക് പൊടിയുടെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടി കൊടുത്താൽ നല്ലതായിരിക്കും. അത് വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടി അതൊരു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ഫീല് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് നന്നായി പിരണ്ട് വന്നു എന്ന് കാണുമ്പം നമ്മൾ അതിനകത്തേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ചെറു ചൂടുവെള്ളം ആണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് പിന്നെ നമ്മൾ അല്പസമയത്തേക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് സമയത്തോളം അടച്ചു വെച്ച് വേവിച്ചായിരുന്നു. വേവിച്ചതിന് ശേഷം നന്നായിട്ട് തിള വന്ന് കിടക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യം ഗരം മസാല ആഡ് ചെയ്തിട്ടില്ലാത്തവർക്ക് നമുക്ക് ഈ സ്റ്റേജിൽ ഗരം മസാല ആഡ് ചെയ്യാവുന്നതാണ്. എനിക്കതിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും കുറച്ച് ഗരം മസാല ആഡ് ചെയ്തത്. ശേഷം 1/4 കപ്പോളം തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ആഡ് ചെയ്താൽ കുറച്ചധികം ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഒരുപാടൊന്നും വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി തയ്യാറായിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ കോളിഫ്ലവർ കറി. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ, ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.